പാർവതി തിരുവോത്തും ആ ഡയറക്ടറും കാരണമാണ്, റൊഷാക്കിലെ ഡയറക്ടറും കാരണമാണ് ഞാൻ ഈ പടം കാണുന്നത്. എക്സ്പെക്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐനോബഡി അപ്പോൾ ഈ നമ്മൾ സാധാരണക്കാരനായ ആളുകൾ, അതായത് നമ്മൾ ചിലപ്പോൾ ആ ഒരു ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരാളുകളുണ്ടാവും. അവർ നമ്മൾ ചിലപ്പോൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും. അതായത് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്ന് പറഞ്ഞ പോലെ അവരെ നമ്മൾ ഒരിക്കൽ പോലും ചിലപ്പോൾ നമ്മൾ വലിയ ആളുകളായിട്ട് കാണുന്നുണ്ടാവും, ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അയാളുടെ പെർഫോമൻസ് ആയിരിക്കും ഈ പ്രാവശ്യം എന്തായാലും നോബഡിയിൽ പൃഥ്വിരാജ് അഴിഞ്ഞാടും. അല്ല, അതാണ് പ്രതീക്ഷ. അതാണ് റോഷാക്കിന്റെ ഡയറക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്താ പറയുക, അയാളുടെ കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ അയാളുടെ കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. നമ്മളൊരാൾക്ക് പകരം വീട്ടാൻ വേണ്ടി ചെന്നേക്കുമ്പോൾ ആ കഥാപാത്രം മരിച്ചേക്കാണ്. മരിച്ചതിന് ശേഷം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവമുണ്ട് റോഷാക്കിൽ. അത് അത്ര അടിപൊളിയായിട്ട് ചെയ്തു. അത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ആ അത്രയും വിഷനുള്ള ഒരാൾ നോബഡി പൊളിക്കും, വേറെ ലെവലായിരിക്കും. ഞാൻ ഈ പടം കാണുന്ന 2 പേര് കാരണമാണ്. ഒന്ന് പാർവതി തിരുവോത്ത് അഭിനയിക്കുന്നുണ്ട്. പാർവതി തിരുവോത്ത് നല്ല സ്റ്റഫുള്ള പടങ്ങൾ അഭിനയിക്കുള്ളൂ. പിന്നെ ഡയറക്ടർ ഇയാൾ റൊസാക്കിൻ്റെ ഡയറക്ടറാണ്. പിന്നെ സുപ്രിയ മേനോനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം നന്നാൻ സാധ്യതയുണ്ട്. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ തോന്നിയതാ. ഇതൊന്നും പറയാൻ പറ്റില്ല, പടം കണ്ട ശേഷം പറയാൻ പറ്റുമോ. പാർവതി തിരുവോത്തും ആ ഡയറക്ടറും കാരണമാണ്, റൊസാക്കിലെ ഡയറക്ടറും കാരണമാണ് ഞാൻ ഈ പടം കാണുന്നത്. കണ്ടിട്ട് പറയാം. കുറച്ച് ആക്ഷനിൽ കുറച്ച് കൂടുതലാവുന്നു. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നല്ല പടങ്ങളാണ് പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൊസാക്ക് നല്ല കിട്ടുന്ന പടമാണ്. സുപ്രിയ നല്ല പടങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രൊഡ്യൂസർ നല്ല ഡയറക്ടറിന് പ്രതീക്ഷിച്ച റൊസാക്ക് നല്ല മൂവിയാണ്. അങ്ങനെ വലിയ കോടി നേടാൻ പോകില്ല. അങ്ങനത്തെ ചെറിയ പടമാണ്, ലോ ബഡ്ജറ്റ് മൂവിയാണിതാ. ഇതൊരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. ഒരു പരിധിക്കപ്പുറത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പടം നന്നാവട്ടെ. വെറുതെ പൃഥ്വിരാജിൻ്റെ എല്ലാ പടങ്ങളും ആക്ഷനാണ്. അങ്ങനെ ആവാതിരുന്നാൽ മതി. ആക്ഷനിൽ ടൈപ്പ് കാസ്റ്റ് ആവാതിരുന്നാൽ മതി. കണ്ടിടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പാർവതി തിരുവോത്ത് ഡേറ്റ് കൊടുക്കില്ല. അത് മാത്രമല്ല, ഡയറക്ടർ റൊഷാക്കിൻ്റെ ഡയറക്ടറാണ്. പിന്നെ സുപ്രിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രതീക്ഷയിലെ പടം കാണും. കണ്ടിട്ട് പ്രതീക്ഷ വളരെ നല്ലൊരു പ്രതീക്ഷ തന്നെയാണ്. ശരിക്കും ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് ആയിരിക്കുള്ളൂ. ഖലീഫക്ക് മുമ്പുള്ളൊരു സാമ്പിൾ വെടിക്കെട്ട് നല്ല അടിയായിരിക്കുള്ളൂ. ട്രെയിലറൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട്. പിന്നെ നിസാം ബഷീർ, പൃഥ്വിരാജ്, പാർവതി എന്തായാലും കത്തും, അതുറപ്പാണ്.